കഴക്കൂട്ടത്തിന്റെ യാത്രയയപ്പാണ്. പ്രിയ സഖാവിന് വിട ചൊല്ലുകയാണ് കഴക്കൂട്ടം. വലിയ ജനക്കൂട്ടം, ജനസാഗരമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന രീതിയിൽ ആ വാഹനത്തെ പൊതിഞ്ഞ് ആളുകൾ നിൽക്കുകയാണ്. എത്ര മണി മുതലുള്ള കാത്തുനിൽപ്പാണ്. 3 മണി മുതലൊക്കെ വന്നു നിൽക്കുന്ന അമ്മമാരുണ്ട് അവിടെ. നേരത്തെ സജിത്ത് സംസാരിക്കുമ്പോൾ ആരാണ് VS എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അതിലെല്ലാം ഉണ്ട് VSനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മമാരുണ്ട്. പുതുതലമുറയിലെ ഇതുവരെയും VSനെ കാണാത്ത, കേട്ടുമാത്രം പരിചയമുള്ള ആ നേതാവിന്, വിപ്ലവ നായകന് വിട ചൊല്ലാൻ എത്തിയിരിക്കുന്ന പുതുതലമുറയിലെ നിരവധി ആളുകൾ. അങ്ങനെ കരഞ്ഞ കണ്ണുകളുമായി VSനെ അടുത്തറിയാവുന്നവർ മുതൽ VSനെ കേട്ടുകേൾവി മാത്രമുള്ള ആളുകൾ വരെ കാത്തുനിന്ന് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്, യാത്രാമൊഴിയേകുകയാണ്. കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ യാത്രയയപ്പ് എന്ന് പറയാം. VS അച്യുതാനന്ദന് വിട ചൊല്ലുകയാണ്. നാളെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് VSനെ, പ്രിയപ്പെട്ട സഖാവിനെ, സമരനായകനെ ഒരു നോക്ക് കണ്ട് ഒന്ന് വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരും പാർട്ടിക്ക് പുറത്തുള്ള VSനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളും തടിച്ചുകൂടുകയാണ്. ഓരോ കേന്ദ്രങ്ങളിലും നമ്മൾ കാണുന്നു ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്.
വി എസിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണ്. കർഷക സമരങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിന്ന ആളാണ്. നമുക്കറിയാം പി കൃഷ്ണപിള്ള രംഗത്ത് കൊണ്ടുവന്ന പി കൃഷ്ണപിള്ള കണ്ടെത്തിയ നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. വി എസിനെ കർഷക തൊഴിലാളികളുടെ അവരെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുന്നിട്ടിറങ്ങണമെന്ന് പി കൃഷ്ണപിള്ള പറഞ്ഞപ്പോൾ അദ്ദേഹം അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് അന്ന് ഒരു മികച്ച സംഘാടകനായി അന്ന് വി എസ് മാറുകയായിരുന്നു. പാലക്കാട്ട് ആലപ്പുഴയേക്കാൾ അധികം കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്ന പാലക്കാട്ട് അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ഓരോ പടിപടിയായി കർഷകരുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് ഓരോരോ പടിയായി നേതൃനിരയിലേക്ക് എത്തിയ ഒരു നേതാവാണ്. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വി എസിൻ്റെ പ്രസംഗത്തിൽ ഒരു തവണ അദ്ദേഹം വികാരാധീനനായി പറയുകയുണ്ടായി, ആഹാരമില്ലായ്മയായിരുന്നു ഒരിക്കൽ എൻ്റെ ആരോഗ്യം, അണികളുടെ സഖാവെ എന്ന വിളി മതി അന്നും ഇന്നും എൻ്റെ വയറും മനസ്സും നിറയ്ക്കാൻ എന്ന് അച്യുതാനന്ദൻ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ആഹാരമില്ലായ്മയിലൂടെ വളർന്നു വന്ന നേതാവാണ്. ഓരോ അമ്മമാരോടും സംസാരിക്കുമ്പോഴും അവർക്കൊക്കെ ഏറ്റവും വൈകാരികമായി വി എസിനെ കുറിച്ച് പറയാനുള്ളത് 4.5 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞ്, 11ാം വയസ്സിൽ അച്ഛൻ നഷ്ടമായ ആ കുഞ്ഞ് പഠനം നിർത്തി ജൗളിക്കടയിലേക്ക് പോകേണ്ടി വന്ന, അതിനുശേഷം സ്വന്തം ആർജവത്തിൽ ഒരു വലിയ തൊഴിലാളി നേതാവായി വളർന്നു വന്ന ആ വിപ്ലവ നായകൻ്റെ കഥ അവരെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ആ അമ്മമാർ കരഞ്ഞുകൊണ്ട് പറയുന്നതും അതുതന്നെയാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു നേതാവ്, അങ്ങനെയുള്ള നേതാവിന് അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങളറിയാം, അവരുടെ നോവറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നാട്യക്കാരനല്ലായിരുന്നു വി എസ് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ നാട്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ വി എസിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒന്ന് അതായിരുന്നു. നാട്യമില്ലാത്ത, അഭിനയിക്കാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു അത് പ്രകടിപ്പിക്കുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ കരുതുമെന്നോ ഒന്നും കരുതി പിന്നോട്ട് പോകുന്ന ഒരാളായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ. വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പല സമരങ്ങളും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം മറന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്കുമൊക്കെ കേരളം അത്രത്തോളം ആവേശത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ആ ആവേശം ഇപ്പോൾ നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ദുഃഖത്തിനപ്പുറം ഏറ്റവും മികച്ച ഒരു യാത്രയയപ്പായിരിക്കണം ഞങ്ങളുടെ വി എസിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളും അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.